യാത്ര അതെനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഇലഞ്ഞിയിലെ കൂരുമലയിലാണ്. ഈ കൂരുമലയും അവിടുത്തെ വിശേഷങ്ങളും അന്നച്ചേച്ചി പറഞ്ഞപ്പോൾ മുതൽ വന്ന് കാണണമെന്നുള്ള ആഗ്രഹമാണ്. അപ്പം നമുക്കിനി കൂരുമല വിശേഷങ്ങളിലേക്ക് പോകാം. കൂരുമല കയറാൻ തുടങ്ങുമ്പോൾ തന്നെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഈ ബോട്ടിൽ ബൂത്താണ്. പ്ലാസ്റ്റിക് ബോട്ടിലുകൾ വലിച്ചെറിയുന്നത് നമ്മൾ മലയാളികളുടെ ഒരു പ്രവണതയാണല്ലോ. ഒരുപാട് സഞ്ചാരികൾ വന്നു പോകുന്ന ഈ കൂരുമലയെ ശുചിത്വ സുന്ദരമാക്കാൻ ഇലഞ്ഞി ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ ബോട്ടിൽ ബൂത്തും എനിക്ക് വളരെയധികം ഇഷ്ടമായി. കൂരുമല കയറാനുള്ള എൻട്രൻസ് ഫീസായ 10 രൂപയും കൊടുത്ത് ഞങ്ങൾ നടന്നു നീങ്ങുകയാണ്. ഞാനും ജോർലി ചേച്ചിയും ഉണ്ണിയും പൊന്നുവും കുഞ്ഞുവുമെല്ലാം. ഇതിലെ മലയിലേക്ക് നടപ്പാതയുമുണ്ട്. പിന്നെ പാറ വഴി പോകുന്നവർക്ക് അതിലെയും പോകാം. ഞങ്ങൾ പാറ വഴിയാണ് പോകുന്നത്. കുഞ്ഞുമാകട്ടെ ഞങ്ങൾക്ക് മുന്നേ ഓടാൻ തുടങ്ങി. മുകളിൽ ഒരു ചർച്ച് ഉണ്ടെന്ന് തോന്നുന്നു. പോകുന്ന വഴിക്കെല്ലാം ഓരോ കുരിശുകൾ കാണാം. കുരിശുമല കയറുന്ന അതേ ഫീലിങ്സ്. കുരിശുമല തന്നെയാണ് കേട്ടോ. ഞങ്ങൾ നടക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഈ കാഴ്ച ഇത്ര മനോഹരമാണെങ്കിൽ ഇനി മുകളിലെത്തിയാൽ ആ വ്യൂ പോയിന്റ് എത്ര മനോഹരമായിരിക്കും. കുഞ്ഞു ജോലി ചേച്ചിയുടെ കയ്യും പിടിച്ചു പോകുമ്പോഴാണ് കുഞ്ഞുവിനോടൊരു ചേച്ചി മിണ്ടാൻ വന്നത്. പേര് ചോദിച്ച കുഞ്ഞുവിന് പേര് പോലും പറയാൻ നേരമില്ലാതെ ഓടുകയാണ്. ചേച്ചി ചിരിയോ ചിരി. ആദ്യ വഴിയിൽ കുഞ്ഞുവിൻ്റെ ചെരുപ്പ് ഊരിപ്പോയി. പിന്നെ ഉണ്ണിച്ചേട്ടായി വന്ന് ചെരുപ്പൊക്കെ സെറ്റാക്കി ഇട്ട് കൊടുക്കുകയാണ്. ചെരുപ്പൊന്നും ഇട്ടില്ലേലും കുഴപ്പമില്ല, എന്നെ ഒന്ന് വിടാവോ ചേട്ടായി എന്നാണ് കുഞ്ഞൂസ് ഉണ്ണിച്ചേട്ടായിയോട് പറയുന്നത്. ഞാൻ പൊന്നൂസിനൊപ്പം മുന്നോട്ട് നടന്ന്. പിന്നെ ഞാൻ അവിടെ കണ്ടതൊരു ചെറിയൊരു ആമ്പൽക്കുളമാണ്. ആ ഒരു കാഴ്ചയും നല്ല മനോഹരമാണ് കേട്ടോ. അവിടെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുക്കാം. പൊന്നൂസിന് കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചോദിച്ചും പറഞ്ഞും ഞങ്ങൾ അവിടെ കുറച്ചു നേരം ഇരുന്നു. പിന്നെ ഈ കള്ളിമുൾച്ചെടി, അതും നമ്മളെ ആകർഷിക്കും. അതിങ്ങനെ പാറപ്പുറത്ത് നിൽക്കണ കാണാൻ എന്തൊരു ഭംഗിയാണ്. പ്രകൃതി എത്ര സുന്ദരമാണ്. അങ്ങനെ നിന്നും ഇരുന്നും ഞങ്ങൾ മെല്ലെ വീണ്ടും കയറുകയാണ്. ഞങ്ങൾ ഏതാണ്ട് വ്യൂ പോയിൻറ്റിനോട് അടുത്തിരിക്കുന്നു. ആ കാഴ്ച നിങ്ങളെ ഞാൻ വീണ്ടും കാണിക്കുകയാണ്. വെയിലേറിയ വൈകുന്നേരങ്ങളിലായിരിക്കും ഇവിടെ വരാൻ ഏറ്റവും നല്ല അനുയോജ്യമായ സമയം. ഈ പാറപ്പുറത്തിരിക്കുമ്പോൾ നമ്മെ തഴുകി കടന്നു പോകുന്ന ആ കാറ്റിനെയും നമ്മൾ സ്നേഹിച്ചു പോകും. അപ്പോൾ ദേ അങ്ങനെ നമ്മൾ മുകളിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യമൊക്കെയുണ്ട്. നമുക്ക് ഫ്രണ്ട്സൊക്കെ ആയി വന്ന് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാം. പിന്നെ നമ്മൾ ഈ മുകളിലാണ് നമ്മുടെ വ്യൂ. നമുക്ക് സ്റ്റെപ്പ് കയറി ആ കാണുന്ന സ്റ്റെപ്പുകളൊക്കെ കയറി നമുക്ക് മുകളിലെത്താം. അതിനു മുന്നേ നമുക്ക് ആ പള്ളി വരെ ഒന്ന് പോകാം. ഇവിടെ വരെ വന്നിട്ട് നമുക്ക് ആ പള്ളിയും കൂടി കാണാതെ പോയാൽ എങ്ങനെയാ? കുഞ്ഞൂസിനാവട്ടെ അവളുടെ ഉണ്ണിച്ചേട്ടായിയും ജോർലി ആൻറ്റിയും മതി. അവരുടെ കൈ വിടാതെ മുറുകെ പിടിച്ചിട്ടുണ്ട്. ഉണ്ണി ഇതിനു മുന്നേ ഇവിടെ വന്നിട്ടുള്ളത് കൊണ്ട് അവൻ ഇവിടുത്തെ കാഴ്ചകൾ ഓരോന്നേ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. പള്ളിമുറ്റത്ത് വന്നപ്പോൾ തൊട്ടടുത്ത പറമ്പിലായി ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ ബിൽഡിങ് കണ്ടു. അത് ഒരുപക്ഷെ വീടായിരുന്നിരിക്കാം. ഞങ്ങൾ കുറച്ചു നേരം പള്ളിമുറ്റത്തൂടെ നടന്നു. ഇതാണ് പള്ളി, ഒരു കൊച്ചു പള്ളി. ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങുമ്പോൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഈ വാട്ടർ ടാങ്കാണ്. കൂരുമലയിലെ കുടിവെള്ള പദ്ധതി, അതാണ് ഈ വാട്ടർ ടാങ്ക്. ഇനി ഞങ്ങൾ സ്റ്റെപ്പ് കയറി മുകളിലെ വ്യൂ കാണാൻ പോവുകയാണ്. താഴെ 1-2 ചേട്ടന്മാർ ഡാൻസ് കളിക്കുന്നുണ്ട്. പൊന്നൂസാവട്ടെ ഈ കാഴ്ചകളൊക്കെ നോക്കി കാണുകയാണ്. ഞാനും കുറച്ചു നേരം പൊന്നൂസിനൊപ്പം കൂടി ഈ കാഴ്ചകളൊക്കെ പകർത്തുകയാണ്. ഡാൻസ് കളിക്കുന്ന ചേട്ടനാകട്ടെ ആടി തകർക്കുകയാണ്. കണ്ടിരിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. കുറച്ചു നേരം ഞങ്ങളത് കണ്ടു. ഇനി ഞങ്ങൾ മുകളിലേക്ക് പോകുകയാണ്. ഞാനിപ്പോഴും താഴെ തന്നെയാണ്. അവർ 4 പേരും മുകളിലേക്ക് ഓടിക്കയറുകയാണ്. കുഞ്ഞുവാണെങ്കിൽ സൂപ്പർ ഫാസ്റ്റ് പോലെ പോവുകയാണ്. ഞാൻ താഴെ നിന്നുകൊണ്ട് കുഞ്ഞൂന്നുറക്കെ വിളിച്ചു. കുഞ്ഞു ദേ വരുന്നുണ്ട്. മുകളിൽ നിന്ന് എനിക്ക് നേരെ കൈ വീശി കാണിക്കുകയാണ്. താഴെ നിന്നാൽ ശരിയാവില്ലല്ലോ. അങ്ങനെ ഞാനും അവരോടൊപ്പം മുകളിലേക്ക് പോയി. മുകളിൽ നിന്നും കാണുന്ന വ്യൂ ആണ് ഈ കാണുന്നത്. എന്തു മനോഹരമായ കാഴ്ചയാണ്. ഇവിടെ നിന്നും നോക്കിയാൽ എറണാകുളം ഒക്കെ കാണാമെന്ന് പറയുന്നുണ്ട്. എവിടെയാവോ എറണാകുളം? എന്തായാലും ഞങ്ങൾ താഴോട്ടിറങ്ങി. ഇനി അവിടെ ഇരുന്ന് പൊന്നൂസിൻ്റെ ഒരു പാട്ടുകൂടി കേട്ടിട്ട് മടങ്ങാമെന്ന് കരുതി. അപ്പോൾ നമുക്ക് പൊന്നൂസിൻ്റെ പാട്ട് കേൾക്കാം. കൺപാർക്കുവാൻ
കണ്ണനേ കരിമുഖേ മധുരാമൃത മുരളീരവ നയനനേ നനയുനീ കണ്ണനേ കരിമുകിരംബരനേ മധുരാമൃത മുരളീരവ നീലാംബുജ നയനനേ ഞാനോ രാവോ ഇരുളു നീന്തി വന്നു ആരും കാണാതകലെ കാത്തു നിന്നു. പൊന്നൂസിൻ്റെ നല്ലൊരു പാട്ടൊക്കെ കേട്ട് ഇനി ഞങ്ങൾ താഴോട്ട് ഇറങ്ങുകയാണ്. താഴോട്ട് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ അഭിഷേക് കുട്ടനെ പരിചയപ്പെട്ടു. പാറയുടെ സൈഡിലുള്ള ഈ കൊച്ചു വീട്ടിലാണ് അഭിഷേക് കുട്ടൻ താമസിക്കുന്നത്. ഈ കുഞ്ഞുമോൻ്റെ ഈ തത്തക്കുട്ടിയെയും പരിചയപ്പെടണ്ടേ, പാറുക്കുട്ടി. അവന് കുഞ്ഞു പ്രായത്തിൽ കളഞ്ഞു കിട്ടിയതാണ് ഈ പാറുക്കുട്ടിയെ. അന്നു മുതൽ ഈ പാറുക്കുട്ടിയും അവനോടൊപ്പമുണ്ട്. അവിടെ നിന്നും ഞങ്ങൾ റോഡിലേക്ക് ഇറങ്ങി. റോഡിൻ്റെ ഇരുവശത്തുമുള്ള വീടുകളിലെ ഈ കൃഷിയിടം ഞാൻ നിങ്ങളോട് പറയാതെ വയ്യ. പാറമേലുള്ള മണ്ണിലാണ് ഇവർ കൃഷി ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ സാധാരണ കുടുംബക്കാരുടെ പരിസര വൃത്തിയും ഈ കൂടെ പറയേണ്ടതായുണ്ട്. ഈ കാണുന്ന വീട്ടിലെ ജനാല കണ്ടോ? വർണ്ണ നിറങ്ങൾ കൊണ്ട് ആ ജനാല ഭംഗിയാക്കിയിരിക്കുകയാണ്. ആ ഹോളുകൾ അടച്ചിരിക്കുന്നത് കളറുള്ള പല കവറുകൾ കൊണ്ടാണ്. കൂരുമലയിലെ ഈ വർണ്ണ കാഴ്ചകൾ കണ്ടു മതിയാവാതെ ഞങ്ങൾ തിരികെ മടങ്ങുകയാണ്. ഇനി വീണ്ടും മറ്റൊരു യാത്രയുമായി ഞങ്ങൾ വരും.